നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് അഭിനീന്ദ്രനാഥ് ടാഗോറിനെയും ഭാരതാംബയും ഒക്കെ നമ്മൾ സംസാരിച്ച് പോയിരുന്ന വിഷയമാണ്. ഇപ്പോൾ പുതിയ ആ വിഷയത്തെ ചൊല്ലി BJP-യുടെ ജനകീയ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. അതായത് മന്ത്രി P. പ്രസാദ് അദ്ദേഹം വസ്തുതകളെ മനസ്സിലാക്കുന്ന ഒരു മന്ത്രിയാണ്. ഒരുപക്ഷെ മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ P. പ്രസാദാണ്, കൃഷി വകുപ്പ് മന്ത്രി. അദ്ദേഹം അവിടെ വെച്ച് രാജ്ഭവനിൽ വെച്ച് ഈ ഗവർണറുടെ നടപടി ഇഷ്ടപ്പെടാതെ അത് ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്ന ഒരാളാണ് സത്യത്തിൽ P. പ്രസാദ് എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ മന്ത്രി. അതിന് വസ്തുനിഷ്ഠമായ കാര്യകാരണങ്ങളുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വസ്തുനിഷ്ഠമാണ് അതിൽ. അതിനകത്ത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റി വയ്ക്കാനില്ല. കാരണം ഈ ഗവർണർ വിളക്ക് കൊളുത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഭാരതാംബയുടെ, അതായത് അവനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരു വ്യക്തി രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ വരച്ചുണ്ടാക്കിയ ഡിസൈൻ ചെയ്തെടുത്ത ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് യഥാർത്ഥത്തിൽ ഭാരതാംബ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് മഹാത്മാഗാന്ധിയുടെ ചിന്തകൾക്കോ അല്ലെ അവനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിന്തകൾക്കോ അപ്പുറത്ത് അതിനെല്ലാം കടന്ന് അതിക്രമിച്ചുകൊണ്ട് അധികരിച്ചുകൊണ്ട് നിൽക്കുന്ന RSSന്റെ ഒരു ഭാരതാംബയുടെ ചിത്രമായിരുന്നു. അവിടെ ഭാരതാംബയുടെ കയ്യിൽ കൊടിയുണ്ടായിരുന്നില്ല ശരിക്കും അവനീന്ദ്രനാഥ് ടാഗോറിന്റെ. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ് 4 കരങ്ങളുമായി നിൽക്കുന്ന ഒരു ദേവതയായിരുന്നു, ഒരു സൗമ്യഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു ദേവതയായിരുന്നു സത്യത്തിൽ. കാളിയുടെയും ഭദ്രയുടെയും ഒക്കെ ആ ഒരു രൂപസാദൃശ്യത്തോടു കൂടി വരച്ചുണ്ടാക്കിയത്. അതിലൊന്നിൽ ഗ്രന്ഥവും അതോടൊപ്പം തന്നെ ഒന്നിൽ രുദ്രാക്ഷമാലയും ഒന്നിലെ വെളുത്ത തുണിയും ഒന്നിൽ കതിർക്കറ്റയും ഒക്കെയായി നിൽക്കുന്ന ഒരു രൂപമായിരുന്നു അവനീന്ദ്രനാഥ് ടാഗോർ വരച്ചിരുന്നത്. ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ഭാരതാംബ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ വിഗ്രഹങ്ങളോ ആരാധനാമൂർത്തികളോ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം മാർബിളിൽ തീർത്ത ഒരു ഇന്ത്യയുടെ അവിഭക്ത ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു ഭൂപടം മാത്രമാണുള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഇനി ഒരു രാഷ്ട്രീയ വിഷയമായി കത്തിക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ കേരളത്തിലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ CPM-കാരും CPI-ക്കാരും അടങ്ങുന്ന ഇടതുപക്ഷ വിശ്വാസികൾ ഇവിടെ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെതിരാണ്. അവർ ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ബിംബങ്ങളെയും ഒക്കെ നിരാകരിക്കുന്നവരാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ പുനർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപനിർമ്മാണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് ഒരു കലഹത്തിലേക്ക് ഒരു പറയുന്ന സംഘർഷത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇനി ലക്ഷ്യം വെക്കുന്നത്. കാരണം നമുക്കറിയാം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുമ്പോൾ ആ സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു വിധി, ഇവിടെ യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടൊരു വിധി വരുമ്പോൾ അതിനെ നടപ്പാക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നു സത്യത്തിൽ ഏറ്റെടുത്തിരുന്നത് സർക്കാർ. പക്ഷെ അതിനു മുമ്പ് രാജഗോപാൽ അടക്കമുള്ളവർ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് അദ്ദേഹം പല ലേഖനങ്ങളിലും എഴുതിയിട്ടായിട്ട് നമുക്കറിയാം. പല ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ അതിനെ മനസ്സാ അംഗീകരിക്കുന്ന ഒരു നിലപാട് തന്നെ ആയിരുന്നു BJP അക്കാലങ്ങളിൽ പുലർത്തിയിരുന്നത് തുടക്കത്തിൽ. അതിനുശേഷം NSS എന്ന് പറയുന്ന ഒരു സംഘടന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. നാമജപ ഘോഷയാത്ര പോലെ ഒരു പ്രതിഷേധയാത്ര സംഘടിപ്പിക്കുന്നു. അത് പെരുന്നയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ NSS-ന്റെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഈ ഒരു നാമജപ പ്രതിഷേധയാത്ര ആരംഭിച്ചപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി കത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് സത്യത്തിൽ BJP തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഈ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന അന്ന് ചാർജ് ഉണ്ടായിരുന്ന PS ശ്രീധരൻപിള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അതായത് ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയെ ഇങ്ങനെ കത്തിച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന തരത്തിൽ ഒരു ഗോൾഡൻ ചാൻസ് BJP-ക്ക് വീണ് കിട്ടി എന്നുള്ള അർത്ഥത്തിലായിരുന്നു അദ്ദേഹം അന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞത്. ആ ഗോൾഡൻ ചാൻസ് നമ്മൾ കളഞ്ഞു കുളിച്ചു എന്നുള്ള തരത്തിൽ ആ ലെവലിലായിരുന്നു. അന്ന് നമുക്കറിയാം, ഈ പറയുന്ന സുരേന്ദ്രൻ അന്ന് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണിച്ചു കൂട്ടി എന്താണെന്നറിയാം. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം സ്വയമേവ ഷർട്ട് വലിച്ചു കീറുകയും തോളിലിരുന്ന് ഇരുമുടിക്കെട്ട് സ്വയമേവ കൈകൊണ്ട് വലിച്ച് താഴേക്ക് ഇടുകയായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ വിവാദമുണ്ടാകുകയായിരുന്നു. കാരണം എന്താ, ഒരു അയ്യപ്പ ഭക്തനായ BJP-ക്കാരനെ ആക്രമിച്ചു, ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുന്നു, പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ തോളിലിരുന്ന് ഇരുമുടിക്കെട്ട് താഴെയിട്ട് ചവിട്ടുന്നു, അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കീറുന്നു. ഈ രീതിയിൽ ഒരു
ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് നേട്ടമുണ്ടാക്കാൻ, രാഷ്ട്രീയ ലാഭം, ശബരിമല അയ്യപ്പനെ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇതേ ആള് തന്നെ പത്തനംതിട്ടയിൽ പോയി മത്സരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്തിലെ ഒരു യാഥാർത്ഥ്യം. എന്നിട്ട് പത്തനംതിട്ടക്കാർ അംഗീകരിച്ചു കൊടുത്തോ? ഇല്ല, അവിടെ പരാജയപ്പെടുത്തി. അങ്ങനെയാണല്ലോ വീണ്ടും ഈ പൂജ്യൻ എന്നുള്ള പേര് കെ സുരേന്ദ്രന് കിട്ടുന്നത്. അങ്ങനെ അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെതിരായി ഈ രീതിയിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ നമുക്കറിയാം, പി പ്രസാദ് ഭാരതാംബ വിവാദത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിപ്പം അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാൻ പോകുന്നു ആളുകൾ, BJP പ്രവർത്തകർ പോകുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വിളക്ക് കത്തിക്കാനും ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ച് അവിടെ പുഷ്പാർച്ചന നടത്താനും പദ്ധതിയിടുന്നു. എന്തിന്? യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുക. ഒരു ചരിത്രമുണ്ടെന്നും ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം അത് എന്താണെന്നും ആ സങ്കല്പത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്നും ഉള്ള ഒരു ധാരണ സാധാരണക്കാർ ചിന്തിക്കരുത്. നമുക്കറിയാം, ഈ പറയുന്ന പോലെ ചില സിനിമകൾ വരുമ്പോൾ ഈ പറയുന്ന BJPക്കാർ വലിയ വിഷയം ഉണ്ടാക്കും. ദീപിക പടുക്കോണിൻ്റെ അടിവസ്ത്രത്തിൻ്റെ നിറം നോക്കിയിട്ട് പ്രശ്നമുണ്ടാക്കും. അപ്പം ഈ രീതിയിൽ അതിനെ ഒരു മെർസൽ എന്ന് പറയുന്ന സിനിമയിൽ GSTയെ കുറിച്ച് ഒരു പൊളിപ്പ സിനിമയായിരുന്നു മെർസൽ, നമുക്കറിയാം. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമയൊന്നും ആയിരുന്നില്ല. ടിപ്പിക്കൽ തമിഴ് സിനിമ എന്ന് പറയുന്ന ടിപ്പിക്കൽ വിജയ് സിനിമ, ഫാൻസിനെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താൻ പറ്റുന്ന സിനിമയായിരുന്നു മെർസൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി ഒരു ഘട്ടത്തിൽ പോലും ചർച്ച ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമ. ആ സിനിമ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ സിനിമയെ രാഷ്ട്രീയത്തോട് കൂട്ടിക്കലർത്തുകയും അതിനൊരു രാഷ്ട്രീയത്തിന് നിറം നൽകുകയും ചെയ്തുകൊണ്ട് ആ സിനിമയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ സത്യത്തിൽ ഈ BJPക്കാർക്ക് കഴിഞ്ഞു, അല്ലെ സംഘപരിവാർ അനുകൂലികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ സാധാ വിജയ് സിനിമ പോലെ തന്നെ ആവർത്തന വിരസത കൊണ്ട് ഒരുപക്ഷെ അത് പരാജയത്തിലേക്ക് പോയിരുന്നേനെ. പക്ഷെ അതിന് BJPക്കാർ അനുവദിച്ചില്ല, അതിനെ ഹിറ്റാക്കി മാറ്റി. കാര്യം GSTയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ പേരിൽ. ഇപ്പൊ ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു മിസ്കോൺസെപ്റ്റ്, അതാണ് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. കാര്യം RSSന്റെ ഈ കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഭാരതാംബ എന്ന് പറയുന്ന ഒരു മിസ് റെപ്രസെൻറ്റേഷൻ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണിത്. ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് അടിച്ചേൽപ്പിക്കലുകളാണ് സത്യത്തിൽ നടക്കുന്നത്. അതിനുവേണ്ടി സംഘർഷത്തിനിറങ്ങിയോ സമരത്തിനിറങ്ങിയോ അടിയുണ്ടാക്കിയോ എന്ത് വേണേ ആകാം. അപ്പോൾ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞ്, പി പ്രസാദിന്റെ അനുകൂലികളായിട്ട് CPI നേതാക്കന്മാർ പറഞ്ഞ് ഞങ്ങളൊരു വൃക്ഷത്തൈ നട്ടേക്കാം എന്നാണ് പറഞ്ഞത്. അതല്ലേ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയല്ലേ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട ഒരു സത്കർമ്മം. അല്ലാതെ RSSകാർ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതോ ഒരു ചിത്രത്തിന്റെ മുന്നിൽ അതിനെ ഭാരതാംബ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അതല്ലേ ശരിക്കും ചരിത്രത്തിന്റെ നിരാസം? ചരിത്രത്തെ തള്ളിക്കളയൽ യാഥാർത്ഥ്യത്തിലല്ലേ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ തള്ളിപ്പറയുന്നതല്ലേ അത്? അപ്പൊ ജനാധിപത്യവും മതേതര മൂല്യങ്ങളും അതോടൊപ്പം തന്നെ ആശയങ്ങളും ഒക്കെ പുലരേണ്ട, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് പ്രാധാന്യം നൽകേണ്ട ഒരു സ്ഥലമാണ് രാജ്ഭവൻ. അവിടെ ഈ രീതിയിൽ അതിനെ ഒരു വർഗീയ അജണ്ടയിലൂടെ, ഇപ്പം നമുക്കറിയാവുന്ന കർത്ത അടക്കമുള്ള ആൾക്കാർ, ഹരിയസ് കർത്ത അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ശക്തരായ അനുകൂലികളാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളാണ്. അവരൊക്കെ എല്ലാം ഈ പറയുന്ന പോലെ സംഘപരിവാർ അനുകൂലികൾ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ കൂടെ ചേർന്നിട്ട് നടത്തുന്ന ചില നാടകങ്ങളാണ്. രാജ്ഭവൻ ഏറ്റവും ഭരണഘടനയുടെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന രാജ്ഭവനെ പോലും ഒരു വർഗീയതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ കളങ്കപ്പെടുത്തുകയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന സമീപനം അതാണ് നടക്കുന്നത്. അതിനെ എന്നിട്ട് BJP ഇതിനെ ഇപ്പോൾ ഒരു ആയുധമാക്കുകയാണ്. ജനകീയ സമരങ്ങളൊന്നും ഇല്ല അവർക്ക് എടുത്തിട്ട് പ്രയോഗിക്കാൻ. നമുക്കറിയാം, കരുവന്നൂർ വിഷയം വന്നു, നമ്മളെല്ലാം അംഗീകരിച്ചാണ്. അന്ന് സുരേഷ് ഗോപി നടന്ന് പത വന്നു എന്ന് പറയുന്നത് വായിലൂടെ. അപ്പോഴും സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടായിരുന്നത് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരുന്നില്ല, പകരം ആ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ തന്നെ താൻ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നടത്തിയ ഒരു പദയാത്രയിൽ സത്യത്തിൽ പലപ്പോഴും പലർക്കും എതിർപ്പ് കൂടി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അടക്കം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റേതാക്കിക്കൊണ്ടൊരു സമരത്തെ മാറ്റുന്നതിന്. അപ്പോൾ അവിടെയും രാഷ്ട്രീയമാണ്, അല്ലാതെ ഒരു ജനകീയ സമരത്തെ എടുത്ത് വിജയിപ്പിക്കുന്നതിനോ. ഇപ്പം തന്നെ അനാവശ്യമായ ഒരു സംഘർഷമാണ് സത്യത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ സമരം, കാര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമരം. ഇത്തരം സമരമുറകളൊക്കെ ഈ കേരളത്തിലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ. അവർക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. കേരളത്തിലുള്ളവർക്ക് അറിയാം എന്താണ് ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്.
അത് നിങ്ങൾ പിന്നെ ഈ പറയുന്ന പോലെ BJP-ക്കാരും സംഘപരിവാറുകാരും ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നൂറുകണക്കിന് രേഖകൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനൊന്നും ചരിത്രപരമായി യാതൊരു പ്രാധാന്യവും ഇല്ല. ഈ പറയുന്ന പോലെ ത്രിവർണ്ണ പതാക പോലുമല്ല, ഒരു കാവി കൊടി പിടിച്ച് നിൽക്കുന്ന ചിത്രത്തിന്റെ മുന്നിൽ ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കണം, ഇതാണ്, എന്നിട്ട് പ്രണമിച്ചിട്ട് ഇതാണ് ഭാരതാംബ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം എന്ന് പറയുന്നത് ഒരുതരം ധാർഷ്ട്യമാണ്. അതൊരു ഈ പറയുന്ന സംഘപരിവാറിസത്തെ അടിച്ചേൽപ്പിക്കലാണ് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും.